പാർപ്പിട അവകാശം സംരക്ഷിക്കുന്ന ബില്ലിന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. തിരിച്ചടവ് മുടങ്ങുന്നവർക്ക് പാർപ്പിട അവകാശം സംരക്ഷിക്കുന്നതിനാണ് ബില്ല്. കർശന ഉപാധികളോടെയാവും നിയമപരിരക്ഷ ലഭിക്കുക. മനഃപൂർവ്വമല്ലാത്ത കാരണത്താൽ തിരിച്ചടവ് മുടങ്ങിയവർക്ക് മാത്രമായിരിക്കും പരിരക്ഷ. KR സാജു വിശദാംശങ്ങൾ നൽകും. KR സാജു, വിശദാംശം. അജി, ഒരു പുതിയ ബില്ലാണ്. അതായത് ഒരു കുടുംബത്തിനോ ഒരു വീട് മാത്രമുള്ള കുടുംബത്തിന്റെ അവരുടെ കിടപ്പാടം സംരക്ഷിക്കാനായി സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്നത്. ഈ ബില്ലിന്റെ പേര് 2025 കേരള ഏക കിടപ്പാട സംരക്ഷണ ബിൽ എന്നാണ് പേര് നൽകിയിട്ടുള്ളത്. അതായത് തങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കാരണങ്ങളാൽ, അതായത് മനഃപൂർവ്വം വീഴ്ച വരുത്താതെ ബാങ്കിനോ മറ്റോ ഉള്ള തിരിച്ചടവ് മുടങ്ങിക്കഴിഞ്ഞാൽ അത് മുടങ്ങിക്കഴിയുന്ന വ്യക്തികൾ അവരുടെ വീട്ടിൽ നിന്നും ഇറക്കി വിടുന്നത് ഒഴിവാക്കാനായി കൊണ്ടുവരുന്ന ബില്ലാണിത്. കേരള ഏക കിടപ്പാട സംരക്ഷണ ബില്ല്. അങ്ങനെ ഇത് മനഃപൂർവ്വമല്ലാത്ത കാരണങ്ങളാലാണ് മുടങ്ങിയത് എന്ന് അതിനായി രൂപീകരിക്കുന്ന നിർദ്ദിഷ്ടമായ സമിതികൾ കണ്ടെത്തണം. കേസുകളിൽ അവരുടെ ഏക പാർപ്പിടം നഷ്ടപ്പെടും എന്ന അവസ്ഥ വരുമ്പോൾ അത് സംരക്ഷിക്കാൻ ഉതകുന്ന രീതിയിൽ വിഭാവനം ചെയ്തിരിക്കുന്നതാണ് ഈ ബില്ല്. പ്രതിലക്ഷം 3 ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ളവർക്കും ആകെ വായ്പാ തുക 5 ലക്ഷം രൂപയും 5 ലക്ഷം പിഴയും പിഴപ്പലിശയും അടക്കം 10 ലക്ഷം രൂപയും കവിയാത്ത കേസുകൾക്കാണ് കർശന ഉപാധികളോടുകൂടി നിയമ പരിരക്ഷ ലഭിക്കുക. അതായത് ആ വ്യക്തി, ഏക കിടപ്പാടമുള്ള വ്യക്തി കിടപ്പാടം നഷ്ടപ്പെടാൻ പോകുമ്പോൾ അയാളുടെ പ്രതിവർഷ വരുമാനം 3 ലക്ഷം രൂപയിൽ താഴെയുള്ളവർ ആയിരിക്കണം. ആകെ വായ്പാ തുക 5 ലക്ഷമായിരിക്കണം. ആ വായ്പയിലെ പിഴയും പിഴപ്പലിശ തുകയും ചേർത്താൽ 10 ലക്ഷം കവിയാൻ പാടില്ല. അങ്ങനെയുള്ളവരുടെ വീട്, അതായത് തീർത്തും ദരിദ്രരായ ആളുകൾക്കാണ് ആ അവസ്ഥ വരുന്നത് എന്നുകൂടി നമ്മൾ ആലോചിക്കണം. പ്രതിവർഷം 3 ലക്ഷം രൂപ താഴെ വരുമാനം എന്ന് പറയുമ്പോൾ വളരെ വരുമാനം കുറഞ്ഞ ആളുകളാണ്. പക്ഷെ അവരെടുത്തിരിക്കുന്ന ലോണിനും കൃത്യമായ ഒരു എമൗണ്ട് ഉണ്ട്. 5 ലക്ഷം രൂപ കവിയാൻ പാടില്ല. അവരെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ട് അവർ വഴിയാധാരമാകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് സർക്കാർ സതുദ്ദേശത്തോടു കൂടി കൊണ്ടുവരുന്ന ഒരു ബില്ലാണ് ഇത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അജി, ശരി. KR സാജു ആണ് വിശദാംശങ്ങൾ നൽകിയത്.